കഷ്ടം കേട്ടാ. അത് യായി അമ്മച്ചി തള്ളിയിട്ടല്ല അതിലിട്ട് അടിക്കണം എല്ലാരും. ഷാലു പേയുടെ കൂടെ അവരിട്ട് തള്ളി അവരെ ഇട്ട് കൊല്ലണ്. എന്തിനാൾക്കൂട്ടം സംഭവിച്ച സാറിന്റെ വീഡിയോ ഉണ്ടല്ലോ, ഷാലു പേർന്ന വ്യക്തി ശരിയോ തെറ്റോ സാർ പറയാം. അതെങ്ങനെ പറയാൻ പറ്റും? സാർ ഒരാളെ പ്രമുഖ യൂട്യൂബ് വ്ലോഗർ ഷാലു പേയാട് വീട്ടമ്മയെ മർദ്ദിച്ചതായി പരാതി. ശാന്ത എന്ന വീട്ടമ്മയാണ് പരാതിയുമായി എത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ അലഞ്ഞുതിരിയുകയായിരുന്ന ശാന്തയെയും 3 ചെറുമക്കളെയും കാട്ടാക്കട MLA MR ബൈജുവിന്റെ നിർദ്ദേശപ്രകാരം മഹിളാ കോൺഗ്രസ് നേതാവും ബ്ലോക്ക് മെമ്പറുമായ അനിതയുടെ വീട്ടിൽ താമസിപ്പിച്ചു വരികയായിരുന്നു. ഇതിനിടെ ഷാലു പേയാട് തനിക്ക് വീട് വയ്ക്കാനായി പണം ശേഖരിച്ചുവെന്നും മുഴുവൻ തുകയും തനിക്ക് നൽകിയില്ലെന്നുമാണ് ശാന്തയുടെ പരാതി. ഇത് ചോദിച്ചപ്പോൾ തന്നെ ആക്രമിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചുവെന്നുമാണ് ശാന്തയുടെ പരാതി. എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് മഹിളാ കോൺഗ്രസ് നേതാവ് അനിത പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്ത്രീയും 3 മക്കളും ആരും ഇല്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ MLA വിളിച്ചിട്ട് എവിടെയെങ്കിലും ഒരു താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് MLAയും അപ്പോഴേ MLA എന്ന് വിചാരിച്ചു ഇവർക്ക് ആരുമില്ല. ഒരു മകള് ഉണ്ടായിരുന്നു. ആ മകള് ഈ കുഞ്ഞിനെ 3.5 വയസ്സുള്ള കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ മരിച്ചുപോയി എന്നൊരു കള്ളത്തനമാണ് ഇവരന്ന് പറഞ്ഞത്. അന്ന് പറഞ്ഞിട്ട് ഒരു 3 ആഴ്ച മുമ്പ് ഞങ്ങളവിടെ പോകുമ്പോൾ ഈ മകൾ ആ വീട്ടിലുണ്ട്. അപ്പം ഈ അമ്മയോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ മകളെ ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞ്? നമ്മളിപ്പോൾ ഒരു വീഡിയോ, ഇപ്പോൾ ഷാലു പേയാട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഷാലു പേയാട് പറഞ്ഞത് ഈ കുട്ടികൾക്ക് അമ്മയില്ല, പിന്നെ അമ്മൂമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് ഷാലു പേയാട് വീഡിയോ എടുത്തത്. അപ്പോൾ അത് പറയുന്നതിന് വേണ്ടിയിട്ട് എന്തോ അവിടെ വന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഉണ്ടായ സംഭവങ്ങളാണ്. ഷാലു അവരെ ഒന്നും ചെയ്തിട്ടില്ല. ഷാലുവിനെ അവർ കല്ലെടുത്ത് ഇങ്ങനെ മർദ്ദിച്ചപ്പോഴത്തേക്ക് അതിനെ എടുത്ത് മാറ്റിയതാണ്. അപ്പം അത് മുകളിലത്തെ വീട്ടുകാർ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയും മറ്റു മോശമായ രീതിയിലുള്ള പ്രചരണം നടത്തുകയും ചെയ്തതാണ്. പക്ഷെ ഇവർ നമ്മളോട് പറഞ്ഞതുപോലെ അല്ല. ഇവർക്ക് ഒരു മകള് ജീവിച്ചിരിക്കുകയും ആ മകള് മരിച്ചുപോയി, 3.5 കുഞ്ഞ് ജനിച്ചപ്പോൾ മരിച്ചുപോയി എന്ന് പച്ച കള്ളത്തനം പറഞ്ഞിട്ടാണ് അവരിവിടെ എൻ്റെ വീട്ടിൽ തന്നെ സൗജന്യമായി അവരെ താമസിപ്പിക്കുകയും അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അവരാണ് ചെയ്യുന്നത്. അതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഞാനിവരിവിടെ താമസിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുത്തു. ഷാലു പേയാട് വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കാമെന്ന് പറഞ്ഞു വരുമ്പോഴാണ് മകൾ ജീവിച്ചിരിക്കുന്നു എന്നൊരു ഇത് വന്നത്. അതിനുവേണ്ടി വീഡിയോ ചെയ്യാനാണ് ഷാലു അവിടെ വന്നത്. ഇങ്ങനെ ഒരു മകള്, അപ്പോൾ ചേച്ചി അവിടെ വരണം, ചേച്ചിയുടെ വീട്ടിലല്ലേ അവർ താമസിക്കുന്നത്, മകള് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വീഡിയോ ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ അറിയിക്കണം എന്നൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആലോചിച്ചപ്പോൾ ശരിയാണ്, നമുക്ക് ചെന്ന് അവിടെ അറിയിക്കണമല്ലോ. ഞാനും MLAയും ഷാലുവും കൂടെ നിന്നാണ് വീഡിയോ എടുത്തിരുന്നത്. അന്ന് ഈ മകള്, ഈ ശാന്ത എന്ന് പറഞ്ഞവരുടെ മകള് 3.5 വർഷം മുമ്പ് മരണപ്പെട്ടു പോയി. 3 കുട്ടികളും എനിക്കും താമസിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാണ് ഇവരിവിടെ താമസിക്കാൻ വന്നത്. അപ്പോൾ ഇവരുടെ മകള് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴുണ്ടായ ഒരു മാനസികമായി ഒരു നല്ല ഈ കുട്ടികളെ എത്രയും പെട്ടെന്ന്, ഞാൻ പറയുന്നത് ഇപ്പം ഒരു രാഷ്ട്രീയമായിട്ടല്ല ഇതിൻ്റെ എതിരാളികൾ നേരിടുമ്പോഴും ഇതിൻ്റെ വീഡിയോകളും മറ്റ് സത്യാവസ്ഥകളും നിങ്ങൾ മനസ്സിലാക്കണം. പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥര് 2-3 പ്രാവശ്യം അവിടെ ഇന്നും വന്നിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരാളെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ ഒരാളെ നേരിടുകയല്ല. ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിനെ വ്യക്തിപരമായോ രാഷ്ട്രീയമായിട്ടോ ഒരു മെമ്പറെ നേരിടുന്നത് ഇങ്ങനെയല്ല. എന്താണ് സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം ഏതൊരു രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാർക്കും അത് ഉണ്ടാവണം. അത് ഞാനൊരു കാര്യത്തിൽ ഇടപെടുമ്പോൾ അത് എന്താണ് സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇടപെടാറുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു മകള് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ ചെല്ലുമ്പോൾ ഷാലുവിനെ കല്ലെടുത്ത് അങ്ങോട്ട് എറിയുമ്പോൾ അതിനെ തട്ടിമാറ്റുക മാത്രമാണ് അവിടെ നടന്നത്. ഞാൻ ദൃക്സാക്ഷിയാണ്. ഞാൻ മാത്രമല്ല, അവിടെയുള്ള നാട്ടുകാരെല്ലാവരെയും അവിടെ ഉണ്ടായിരുന്നു. ആൾക്കാരെല്ലാവരും പറയുമ്പോൾ ഇവർ വിളിച്ചു പറയുന്ന അസഭ്യങ്ങൾ, എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ 3 കുട്ടികളെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇവർക്ക് ട്രീറ്റ്മെന്റ് നടത്തി അവരിൽ അത് മുക്തയായ ശേഷം കുട്ടികളെ അവരെ ഒരുമിച്ച് താമസിപ്പിക്കുന്നതാണ് യുക്തമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മകൾ മരിച്ചുപോയെന്ന് കള്ളം പറഞ്ഞ ഇവർ പറ്റിച്ചെന്നും ഇത് സംബന്ധിച്ച് ഷാലു പേയാട് ചോദിച്ചപ്പോൾ
ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും അനിത പറഞ്ഞു. പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചുവെന്നും അനിത പറഞ്ഞു. ഷാലു പേയാടിനോട് ഫോണിൽ പ്രതികരണം ചോദിച്ചപ്പോൾ ശാന്തയാണ് മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിച്ചതെന്ന മറുപടിയാണ് ലഭിച്ചത്. GTV ന്യൂസ്, കാട്ടാക്കട.